അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കരീം ലാലാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വീഡിയോയിൽ എന്താ കാണിക്കുന്നത് നമുക്ക് നോക്കാം. പെണ്ണൂരിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇതാ പെണ്ണു സ്പെഷ്യൽ ഒരു ചെറിയ പലഹാര വീഡിയോ കേട്ടോ. നമുക്കിന്ന് തേങ്ങാക്കൊത്ത് 3 തേങ്ങാമുറി കേട്ടത്, 1.5 തേങ്ങ നല്ലതായിട്ട് ചെറുത് കൊത്തിരിഞ്ഞിട്ട്, പിന്നെ അതിക്ക് വേണ്ട ശർക്കരപ്പാനി 1 കിലോ ശർക്കര കൊടുന്നായിരുന്നു അച്ച്. അതിനകത്ത് 3 ബാക്കിയുണ്ട്, ബാക്കി മൊത്തം പെണ്ണു ഇത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് അരി കുതിർത്ത് അരച്ചെടുത്തത്, അതിനകത്തേക്ക് കുറച്ച് പഴം ചേർത്തിട്ടുണ്ട്, ചെറുപഴം, മൈസൂർ പഴം. പിന്നെ നമുക്ക് ഇനി കുറച്ച് റൈസ്, ചോറ് അരച്ചെടുക്കണം, ഇതിനകത്തേക്കുള്ളതാണ്. പിന്നെ ഇതാ ഏലക്കായി പൊടിച്ചത്, ചെറിയ ജീരകം കൂടി കൂട്ടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചോറ് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ, റൈസ് അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത്, ബാക്കി റൈസും കൂടി കൂട്ടി ചേർത്തു. നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നില്ല, വളരെ കുറച്ച്, നമ്മൾ 2-3 പേരല്ലേ ഉള്ളൂ. ചെറിയൊരു സ്നാക്സ്, ഈവനിങ് ചായക്ക് കടി അല്ലേ. അധികം ആവശ്യമായ കുറച്ച് നമ്മൾ അപ്പസോഡ, അപ്പക്കാരം എന്നൊക്കെ പറയും, അതും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ശർക്കരപ്പാനി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുമ്പോൾ കേട്ടോ കളറ് മാറിയിരുന്നു, ഷാറൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് അയഞ്ഞ് കാണുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറുകലാവും കേട്ടോ. ടൈറ്റ് ആവശ്യത്തിന് വരും. ഇപ്പോൾ കുറച്ച് അയഞ്ഞമായി തോന്നുന്നുണ്ട്. കുറച്ച് റവയും കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക്, ഈ മാവിനകത്തേക്ക് കുറച്ച് റവ ഇട്ടായിരുന്നു. ഈ തവിക്ക് കഷ്ടിയൊരു തവി റവ ഇട്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ശർക്കരയും കൂടി നമ്മൾ പാനിയാക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഈ റവയ്ക്കും കൂടിയുള്ള മധുരം കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇതിനി കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ സെറ്റാവട്ടെ. അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് വേറെ പണികളുണ്ട്. ആ പണികളിലേക്ക് പെണ്ണ് പ്രവേശിക്കുകയാണ് ഗേസ്. ഇത് ഈ റവ ഇടുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിക്കാൻ നല്ല മുരുമുരുപ്പിന് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മൈദയാണ് ചില ആളുകളൊക്കെ ഇടല്, ഒരിക്കലും മൈദ ഇടാൻ പാടില്ല. മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ഇതായിട്ട് മാറും, ഒരു പശപശപ്പായിട്ട് മാറും. ഇതാകുമ്പോൾ നല്ല തരിതരുവനെ ഉഷാറായിട്ട് കിട്ടും. നെയ്യപ്പാണെങ്കിലും ഉണ്ടയാണെങ്കിലും ബോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ റവന്നെ ഇടണം, നെയ്യപ്പാണെങ്കിലും റവന്നെ ഇടണം, അതുപോലെ ഉണ്ണിയപ്പാണെങ്കിലും റവന്നെ ഇടണം. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നെയ്യ് മാത്രം, വേറെ എണ്ണ ഒന്നുമല്ല, നെയ്യ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തേങ്ങ നെയ്യിലൊന്ന് വറുത്ത് കോരും, അപ്പോഴാണ് അതൊന്നും കൂടി ടേസ്റ്റ് കൂടുള്ളൂ. തേങ്ങ ചുമ്മാ ഇട്ട് കൊടുക്കരുത്, തേങ്ങ കട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ വറുത്ത് കോരിൻ്റെ ടേസ്റ്റ് വേറെ കിട്ടും. അപ്പോൾ 10 മണികളെ ചെയ്യേണ്ടത് തേങ്ങ കൊത്തുതാ നെയ്യിൽ വറുത്ത് ഈ പരുവാണ് കേട്ടോ. ഈ പരുവാകുമ്പോഴേ അതിൻ്റെ ടോപ്പ് ടേസ്റ്റിലെത്തുള്ളൂ. കണ്ടോളിട്ടോ, കോരിയാണേ. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയ തേങ്ങാക്കൊത്ത് ആ കൂട്ടി വെച്ച മാവിലേക്ക് ഇടുകയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താവും, തേങ്ങാക്കൊത്തിലേക്ക് ആ ശർക്കരയുടെ മധുരമൊക്കെ കയറി നല്ല തേങ്ങ കടിക്കുമ്പോൾ ശർക്കരയുടെ ടേസ്റ്റും കൂടെ കിട്ടണം, അതുപോലെ അതിലേക്ക് പിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം എന്ത് ചെയ്യുക, വെയിറ്റിങ്ങിൽ വെക്കുക. 1 അരമണിക്കൂർ വെച്ചാൽ മതി. 1 മണിക്കൂറൊക്കെ വെക്കുക. നമ്മളെ അർജൻറ്റിനനുസരിച്ചൊക്കെ ഉണ്ടാവും. ശർക്കര കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ കയറി പിടിക്കുന്നതാണ് പെണ്ണ് പറയുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ
പെണ്ണൂർ സ്പെഷ്യൽ ഉണ്ണിയപ്പം. നമ്മളെന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത്, ശർക്കര, പഴം, കുറച്ച് കാരം, സോഡ കേട്ടോ കാരം എന്ന് പറഞ്ഞ്, കുറച്ച് ഏലക്കായ് പൊടിച്ചത് എല്ലാം കൂടെ ചേർത്ത് നല്ല ശർക്കരപ്പാനി എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് പെണ്ണൂർ ഉണ്ണിയപ്പം സ്പെഷ്യൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെണ്ണുങ്ങൾ ചുട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ടെസ്റ്റ് ഉണ്ടായിക്കണ്. നമ്മുടെ പിക്കപ്പിനൊരു ഓട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പോവും. അപ്പോൾ ഇനി ഒക്കെ ചുട്ട് ചായയൊക്കെ കുടിച്ചിരിക്കട്ടെ. ഞാനങ്ങനെ എനിക്കുള്ളത് പാർസൽ കൊണ്ടുപോകും ഗൈസ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഉണ്ണിയപ്പം മൊത്തം പെണ്ണ് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ചുടാൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഓട്ടമുള്ളത് കാരണം ഞാൻ പെട്ടെന്ന് പോകും. അപ്പോൾ എനിക്കുള്ളത് ഞാൻ പാർസൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഹിന്ദു സഹോദരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വല്ലാത്ത ടേസ്റ്റായിരിക്കും. ആ ഒരു ലെവലിൽ വരുന്ന ഉണ്ണിയപ്പമാണ് ഇത് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നിങ്ങളെല്ലാവരും ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി. നിങ്ങൾ അടിപൊളിയായിരിക്കും. എന്താ സോഫ്റ്റ് എന്നറിയാം. മാഷാ അല്ലാ. ഓക്കെ, ബൈ.